ഓൺലൈൻ ആപ്പിലൂടെ 25 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി മുഹമ്മദ് ഫൈസലാണ് അറസ്റ്റിലായത്. കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മൈ ക്ലബ് ട്രേഡേഴ്സ് എന്ന ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. തൃശൂർ സിറ്റി ജില്ലാ ക്രൈം ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും എം മനോജ് ചേരുകയാണ്. മനോജ്, ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഈ കേസിലെ പ്രതികളായിട്ടുള്ള പലരും ഈ MCT ആപ്ലിക്കേഷൻ വഴി ലഭിച്ച ഡോളർ കോയിനിലേക്ക് മാറ്റുന്നതിനായി ഒത്തുകൂടിയ എറണാകുളത്തുള്ള ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഈ പോലീസ് ഈ മുഖ്യപ്രതിയെ പിടികൂടിയത്. ഈ സമയം ഫ്ളാറ്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി മുഹമ്മദ് ഫൈസൽ ഗുണ്ടകളെ കൊണ്ട് പോലീസിനെ ഫോണിൽ വിളിച്ച് അവിടെ നിന്നും പോയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പോലീസ് സാഹസികമായി തന്നെ ആ പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ തൃശൂർ ജില്ലയിൽ മാത്രം 28 കേസുകളാണ് നിലവിലുള്ളത്. ഇയാൾക്കെതിരെ മറ്റ് സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരൊക്കെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് കസ്റ്റഡിയിൽ ജയിലിലുണ്ടായിരുന്ന പ്രതി മലാക്ക രാജേഷും അതോടൊപ്പം തന്നെ ഇയാൾ ഒന്നിച്ചായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പിന്നീട് കേരളത്തിലെ വിവിധ ഹോട്ടലുകൾ, ടൂറിസ്റ്റ് ഹോമുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു ക്ലാസുകൾ നടത്തി, ഗൂഗിൾ മീറ്റ് നടത്തിയൊക്കെ ആളുകളെ ആകർഷിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്. എന്തായാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രാജേഷ്, അതുപോലെ അഡ്വക്കേറ്റ് പ്രവീൺ, മോഹൻ, ഷിജോ പോൾ, സ്മിത ജോബി എന്നിവരെയാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇയാൾ കൂടെ അറസ്റ്റ് ചെയ്തതോടുകൂടി കേസിലെ മുഖ്യ പ്രതിയും ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. MCT എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആളുകളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം 256 ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇത് പറഞ്ഞ് ഈ ആളുകളിൽ നിന്നും പണം സ്വരൂപിച്ചിരുന്നു. MCTയിൽ പണം നിക്ഷേപിക്കുമ്പോൾ ആളുകളുടെ മൊബൈൽ ഫോണിൽ പണത്തിന് തുല്യമായി ഡോളർ കാണുന്ന രീതിയിലായിരുന്നു ഈ ഒരു തട്ടിപ്പ് നടത്തിയിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മലപ്പുറം സ്വദേശിയാണ് അറസ്റ്റിലായിട്ടുള്ളത്. മുഹമ്മദ് ഫൈസലിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ശരി, തൃശ്ശൂരിൽ നിന്ന് എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.